ഓരോ ഭക്തന്റെ മനസ്സിലും ആഴത്തിൽ പതിഞ്ഞ ആ ചോദ്യം: രാമന്റെയും ഹനുമാന്റെയും കഥകൾ അവസാനിച്ചുവോ, അതോ ഇന്നും അവർ നമ്മോടൊപ്പം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ, പുരാണങ്ങളുടെ താളുകളിൽ അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: അതെ. ഭക്തിയുടെ കണ്ണുകൾക്ക് മുന്നിൽ ഇന്നും ആ ദർശനം ലഭിച്ച ചില അത്ഭുത ജന്മങ്ങളുണ്ട്. ശ്രീരാമന്റെയും ചിരഞ്ജീവിയായ ഹനുമാന്റെയും അമാനുഷിക സാന്നിധ്യം ഇന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നു. ആകാംക്ഷയുടെയും ഭക്തിയുടെയും ഒരു ദിവ്യയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. യുഗങ്ങൾ പലത് കഴിഞ്ഞിട്ടും ശ്രീരാമൻ എന്തിനാണ് ഈ ഭൂമിയിൽ ഇന്നും തുടരുന്നത്? കാരണം ലളിതമാണ്. രാമരാജ്യമെന്നത് ഒരു കാലഘട്ടമായിരുന്നില്ല, അതൊരു ധർമ്മമായിരുന്നു. ആ ധർമ്മം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം അതിന്റെ നാഥനായ ഭഗവാന്റെ സൂക്ഷ്മ സാന്നിധ്യം ഇവിടെയുണ്ടാകും. രാവണന്റെ മേൽ വിജയം നേടിയ ശേഷം അയോധ്യയിൽ സിംഹാസനം ഉപേക്ഷിച്ച് രാമൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങുമ്പോൾ ഭഗവാന്റെ ആത്മാംശം ഈ ലോകത്തെ ധർമ്മചക്രമായി നിലകൊണ്ടു. എന്നാൽ ആ ഭഗവാനെ ഇന്നും കണ്ടുമുട്ടുന്നുവെന്ന് പറയപ്പെടുന്ന ആ അത്ഭുത കഥകൾ സത്യമാണോ? ഭാരതത്തിന്റെ പർവ്വത താഴ്വരകളിലും നിഗൂഢമായ ഗുഹകളിലും രാമനാമം ജപിച്ചുകൊണ്ട് ഒരു ഭക്തന്റെ രൂപത്തിൽ ഹനുമാൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ചില വിശ്വാസികൾ ഉറപ്പിച്ചു പറയുന്നു. ആ ദിവ്യപ്രഭ കണ്ടവർ, ആ അചഞ്ചല ഭക്തി അനുഭവിച്ചവർ, അവർക്ക് മറ്റൊരനുഭവം ആവശ്യമില്ല. അതവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സത്യമാണ്. ഈ അത്ഭുത ദർശനങ്ങളിൽ ഏറ്റവും ശക്തമായ തെളിവായി ഭക്തർ പറയുന്നത് ചിരഞ്ജീവിയായ ഹനുമാനെക്കുറിച്ചുള്ള കഥകളാണ്. ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമൻ നൽകിയ അനുഗ്രഹമാണ് ചിരഞ്ജീവിത്വം. രാമനാമം ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഹനുമാൻ ഭഗവാൻ ഇവിടെയുണ്ടാകും. ഭക്തിയുടെ ആഴം എത്ര വലുതാണെന്നറിയണമെങ്കിൽ ഹനുമാന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. രാമനോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ അനശ്വരനാക്കിയത്. അതുകൊണ്ടുതന്നെ ഹനുമാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ താഴ്വരകൾ മുതൽ രാമായണ കാലത്തെ നിഗൂഢ വനങ്ങൾ വരെ എവിടെയോ ഇരുന്നുകൊണ്ട് ഹനുമാൻ തന്റെ ഭഗവാന്റെ രാമനാമം ജപിക്കുന്നുണ്ടാകാം. പല സിദ്ധന്മാരും യോഗികളും ഹനുമാൻ സ്വാമിയെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ ചിരഞ്ജീവിത്വത്തെക്കുറിച്ചുള്ള ഈ ദിവ്യരഹസ്യങ്ങൾ നമ്മെ ഭാരതത്തിന്റെ പുണ്യഭൂമിയിലൂടെ ഒരു തീർത്ഥാടനത്തിന് പ്രേരിപ്പിക്കുന്നു. ഹനുമാന്റെ പാദസ്പർശമേറ്റ പ്രധാന സ്ഥലങ്ങൾ ഇന്നും ആ ദിവ്യശക്തി നിലനിർത്തുന്നുണ്ട്. അതിൽ പ്രധാനമാണ് ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലുള്ള ഗന്ധമാദന പർവ്വതം. രാമേശ്വരത്തിന് സമീപമാണ് ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. രാമായണത്തിൽ സേതുബന്ധന സമയത്തും ലങ്കയുദ്ധത്തിന് ശേഷവും ഈ പർവ്വതത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ പർവ്വതമാണ് ലങ്കയിലേക്ക് പാലം പണിയുന്നതിനു മുമ്പ് ഹനുമാൻ ചാടി നിന്ന അവസാന ഭൂമികയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ പാദസ്പർശം ഇന്നും ആ മണ്ണിൽ ഒരു ഊർജ്ജമായി നിലനിൽക്കുന്നു. ഈ പുണ്യഭൂമിയിൽ രാമനാമം ജപിച്ചാൽ ഹനുമാന്റെ അനുഗ്രഹം നിശ്ചയമായും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. അതുപോലെ പല സന്യാസിമാരുടെയും വിശ്വാസമനുസരിച്ച് ധർമ്മം ക്ഷയിക്കുമ്പോൾ ഹനുമാൻ തന്റെ ഉപാസനാ കേന്ദ്രമായി തിരഞ്ഞെടുക്കുന്നത് ഹിമാലയത്തിലെ രഹസ്യഗുഹകളാണ്. ഹിമാലയത്തിലെ കൈലാസപർവ്വതത്തിന് സമീപമുള്ള ഗുഹകളിലാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത്. അവിടെ ആ തണുത്തുറഞ്ഞ നിശബ്ദതയിൽ ഹനുമാൻ സ്വാമി സാക്ഷാൽ ശിവന്റെ ഉപദേശം കേട്ട് ധ്യാനത്തിലിരിക്കുന്നുവെന്നും ഭഗവാൻ ശ്രീരാമന്റെ നാമം ജപിച്ച് തന്റെ ഭക്തി തുടരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇവിടം തപസ്സനുഷ്ഠിക്കുന്ന പല സന്യാസിമാരും ദിവ്യപ്രഭയുള്ള ഭീകരമായ വാനരരൂപം കണ്ടതായി പറയുന്നു. ഈ രഹസ്യഗുഹകളിൽ വച്ച് ഹനുമാനെ ദർശിക്കാൻ സാധിച്ചവർ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള ഭക്തരാണ്. ശിവന്റെ ഉപദേശം കേൾക്കുകയും രാമന്റെ ഭക്തിയിൽ മുഴുകുകയും ചെയ്യുന്ന ഈ ജീവിതം, അതുതന്നെയാണ് ഹനുമാൻ ഭഗവാന്റെ ഈ ലോകത്തിലെ ധർമ്മം. ഈ ധർമ്മം നിലനിൽക്കുന്നിടത്തോളം നമുക്ക് ഉറപ്പിക്കാം, രാമനും ഹനുമാനും ഇന്നും നമ്മെ അനുഗ്രഹിച്ച് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. ഇതൊന്നും കെട്ടുകഥകളല്ല, ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആഴത്തിൽ നിന്ന് വരുന്ന സാക്ഷ്യങ്ങളാണ്. എന്നാൽ രാമനെയും ഹനുമാനെയും നമുക്ക് എങ്ങനെ ദർശിക്കാൻ കഴിയും? അതിന് ഹിമാലയത്തിൽ പോകണമെന്നോ കഠിന തപസ് ചെയ്യണമെന്നോ നിർബന്ധമില്ല. ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രാമനാമമാണ്. എവിടെ രാമനാമം മുഴങ്ങുന്നുവോ അവിടെയെല്ലാം ഹനുമാൻ തന്റെ സൂക്ഷ്മരൂപത്തിൽ സന്നിഹിതനാകും. ഭക്തിയുടെ ആഴവും സങ്കടങ്ങളിൽ പോലും രാമനെ സ്മരിക്കുന്ന മനസ്സുമാണ് ഹനുമാന്റെ സാമീപ്യം ഉറപ്പാക്കുന്നത്. ശ്രീരാമന്റെ ഓരോ അത്ഭുതശക്തിയുടെ പിന്നിലും ഹനുമാന്റെ നിഷ്കളങ്കമായ ഭക്തിയുണ്ട്. ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച ആ സേവകനാണ് ഇന്നും ലോകമെമ്പാടുമുള്ള രാമഭക്തരെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും
ജീവിതത്തിൽ ഒറ്റപ്പെട്ടതായി തോന്നിയാൽ, ഒരു സഹായത്തിനായി ആവശ്യമുള്ളതായി തോന്നിയാൽ, കണ്ണുകൾ അടച്ച് ഹനുമാൻ സ്വാമിയെ വിളിക്കുക. ഹരേ രാമ എന്ന രണ്ടക്ഷരം മനസ്സിൽ ജപിക്കുക. ആ നിമിഷം ആ ദിവ്യശക്തി നിങ്ങളെ തേടിയെത്തും. അതൊരു തണലാണ്, ഒരു സംരക്ഷണ വലയമാണ്. രാമനും ഹനുമാനും ഇന്നും നമ്മോടൊപ്പമുണ്ട് എന്ന ഈ സത്യം നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ്. കാരണം ധർമ്മത്തിന്റെ നാഥൻ ഇവിടെയുണ്ട്. ശക്തിയുടെയും ഭക്തിയുടെയും മൂർത്തീഭാവമായ ഹനുമാനും നമ്മെ കാക്കുന്നു. പ്രിയഭക്തരെ, ഈ ലോകം മാറും, കാലം മാറും. എന്നാൽ ആ ദിവ്യബന്ധം രാമനും ഹനുമാനും തമ്മിലുള്ളതും നമ്മളും അവരുമായിട്ടുള്ളതുമായ ആ ഭക്തിബന്ധം ഒരിക്കലും അവസാനിക്കില്ല. നിങ്ങളുടെ മനസ്സാണ് അയോധ്യ, നിങ്ങളുടെ ഹൃദയമാണ് ആ വജ്രദേഹം. അവിടെ നിങ്ങൾ ആ രൂപങ്ങളെ പ്രതിഷ്ഠിക്കുക. അവരുടെ സാന്നിധ്യം ഇന്നും നിങ്ങളോടൊപ്പമുണ്ട്. ഈ സത്യം മനസ്സിൽ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കുക. രാമനാമവും ഹനുമാന്റെ ശക്തിയും എന്നും നിങ്ങൾക്ക് ശാന്തിയും ഐശ്വര്യവും ധൈര്യവും നൽകട്ടെ. ഓം നമോ നാരായണായ. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ.